നമ്മുടെ പി.വി. അൻവർ എം.എൽ.എ ഏറ്റവും ഒടുവിൽ രാജിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രാജിവെക്കുകയും അദ്ദേഹം ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന മമതാ ബാനർജിയുടെ പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്ററായി ചുമതലയേൽക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് UDF പ്രവേശനം സാധ്യമാണോ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നത്. അതിലേറ്റവും ആദ്യം നമ്മൾ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലൊരു പരിണിതികളൊന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വരാം. അദ്ദേഹം രാഷ്ട്രീയത്തിൽ നമുക്കറിയാം ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നതിന് ശേഷം DICയിൽ നിന്ന് കെ കരുണാകരൻ DIC ഉണ്ടാക്കി പുറത്തേക്ക് പോയപ്പോൾ അതിനോടൊപ്പം പോകുന്ന ഒരാളാണ്. കെ മുരളീധരനോടൊക്കെ വലിയ അടുപ്പമുള്ള ഒരാളാണ്. കെ സുധാകരനുമായിട്ടൊക്കെ അടുപ്പമുള്ള ഒരാളാണ്. അതിനുശേഷം അദ്ദേഹം പല തെരഞ്ഞെടുപ്പുകളൊക്കെ മത്സരിച്ചു. നമുക്കറിയാം ഏറനാട് എന്ന് അദ്ദേഹം മത്സരിക്കുമ്പോൾ അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടുള്ള CPIക്ക് 3000-ൽ താഴെ വോട്ടുകളും ഇദ്ദേഹത്തിന് വലിയ തോതിൽ സെക്കൻഡ് എത്താനുള്ള വോട്ടുകളും കിട്ടി എന്നുള്ളത് നമുക്കറിയാം. 40,000-ഓളം വോട്ടുകൾ കിട്ടി. വയനാട് അദ്ദേഹം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. അന്ന് പോലും അദ്ദേഹം 45,000-ലധികം വോട്ട് പിടിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു സ്വതന്ത്രൻ എന്നുള്ള നിലക്ക് പോലും വലിയ തോതിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം ഇടതുപക്ഷ സ്വതന്ത്രനായി മാറുന്നത്. ഇടതുപക്ഷ സ്വതന്ത്രനായി മാറുമ്പോൾ സാധാരണ ഒരു വെറും സ്വതന്ത്രനല്ലായിരുന്നു അദ്ദേഹം. നമ്മുടെ സെബാസ്റ്റ്യൻ പോളൊക്കെ ജയിച്ചു പോകുന്ന പോലെയല്ല. പകരം അദ്ദേഹം വലിയ സ്വാധീനമുള്ള പിണറായി വിജയൻ്റെ ഏറ്റവും വലിയൊരു അനുയായിയായിരുന്നു. ആ അനുയായിയായിരുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഓൺലൈൻ മീഡിയകളോടും മറുനാടൻ ഷാജനോടും ഒക്കെ യുദ്ധം പ്രഖ്യാപിച്ച് പിണറായി വിജയന് വേണ്ടി രംഗത്ത് വരികയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്കറിയാം അദ്ദേഹം പോലീസിൻ്റെ ADGP ആയിട്ടുള്ള MR അജിത് കുമാറിനും P ശശിക്കുമെതിരെ രംഗത്ത് വരുന്നത്. ആദ്യം സുജിത് ദാസിൽ തുടങ്ങിയതാണ്, അവിടുത്തെ ഉണ്ടായിരുന്ന പോലീസ് സൂപ്രണ്ടിൽ തുടങ്ങിയതാണ് മലപ്പുറത്തെ. പക്ഷേ അതിനുശേഷം ആ യുദ്ധം കരക്കുകയും ഇവരിലേക്കൊക്കെ എത്തുകയും ചെയ്തു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് തന്നെ പിണറായി വിജയൻ P.V. അൻവറിനെ തള്ളിപ്പറഞ്ഞു. P ശശി വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. ആ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞതോടുകൂടി അന്ന് വൈകുന്നേരം 6:30-ക്ക് തന്നെ രാവിലത്തെ പിണറായി വിജയൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ P.V. അൻവർ വന്ന് ആഞ്ഞടിച്ചു പിണറായി വിജയനെതിരെ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് ആളുകൾ കൂടി എന്ന് മാത്രമല്ല, കേരളത്തിൽ അതുവരെ ഇല്ലാതിരുന്ന ഒരു പ്രതിപക്ഷത്തിൻ്റെ നേതാവിൻ്റെ ഒരു മുഖം പലപ്പോഴും P.V. അൻവറിൽ ആളുകൾ കണ്ടു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം VD സതീശനാണെങ്കിലും അല്ലെങ്കിൽ BJPയുടെ കെ സുരേന്ദ്രനാണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ പിണറായി വിരുദ്ധത കൊണ്ട് അവർ ആഞ്ഞടിച്ചുകൊണ്ട് പിണറായിക്കെതിരെ സമരം ചെയ്യാനോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള പത്രസമ്മേളനങ്ങൾ നടത്താനോ ഒന്നും തയ്യാറായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പിണറായി വിരുദ്ധത അങ്ങേറ്റത്തെത്തി നിൽക്കുമ്പോൾ വലിയ തോതിലുള്ള പിന്തുണ P.V. അൻവറിന് കിട്ടി. പക്ഷേ പിന്നീട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ വരുന്നതും ആ പിന്തുണയൊക്കെ കുറഞ്ഞു വന്നു. അതിൻ്റെ കാരണം അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന് കിട്ടിയ ആദ്യത്തെ പിന്തുണ ഒരു സംഘടനാ രൂപത്തിലേക്കാക്കുന്നതിൽ അദ്ദേഹം അത്രത്തോളം ശ്രദ്ധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിത് അദ്ദേഹത്തോട് നേരിട്ടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് നമുക്കറിയാം DMK-യുമായി അദ്ദേഹം ഒരു അലയൻസിന് വേണ്ടി ശ്രമിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ DMK-യുമായി അലയൻസ് കിട്ടുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് പേര് പോലും ഏതാണ്ട് DMK-യോട് സാമ്യമുള്ള ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ പേരാണിട്ടത്. ആ DMK-യെ മറ്റേ DMK-യിൽ ലയിപ്പിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല. രണ്ടാമത് അദ്ദേഹം ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനോട് സംസാരിച്ചു. എന്താണെങ്കിലും അവരുമായിട്ട് സംസ്ഥാന കോർഡിനേറ്ററായി ഇപ്പോൾ അദ്ദേഹം ചുമതലയേറ്റിരിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് ചോദിച്ചാൽ, ഇനി സംഭവിക്കാനുള്ളത് തീർച്ചയായിട്ടും P.V. അൻവറിന് UDF-ലേക്ക് ഒരു ബർത്ത് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അത് ഉടനടി തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. യഥാർത്ഥത്തിൽ P.V. അൻവറിനെ കഴിഞ്ഞ തവണ അറസ്റ്റ് ചെയ്തിരുന്നു. നമുക്കറിയാം ഒരു മണിയൻ എന്ന് പറയുന്ന ഒരു കാട്ടിൽ താമസിക്കുന്ന ഒരു ആദിവാസി ഗോത്രവിഭാഗത്തിലെ ഒരാൾ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രതിഷേധം നടത്തുകയും P.V. അൻവർ അറസ്റ്റിലാവുകയും ചെയ്തപ്പോൾ UDF-ലേക്ക് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ എടുക്കും എന്ന് നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ അപ്പോഴാണ് അദ്ദേഹം ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ അത് കുറച്ചുകൂടി പതുക്കെയാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തീർച്ചയായിട്ടും പെട്ടെന്ന് ഇനിയിപ്പോൾ UDF-നെ എടുക്കാൻ പറ്റില്ല. കാരണം ബംഗാളിൽ മമതാ ബാനർജി CPM-നെയും കോൺഗ്രസിനെയും ഒക്കെ ഒരുപോലെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ പത്രസമ്മേളനത്തിലൂടെ അതിനെയൊക്കെ കവർ ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം 3-4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അദ്ദേഹം രാജിവെച്ചു MLA സ്ഥാനം. രണ്ടാമത്തത്, വീണ്ടും അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ നിലമ്പൂരിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് വലിയ തോതിലുള്ള സമ്മർദ്ദമുണ്ടായേനെ, ചെറിയ തോതിൽ പ്രശ്നമുണ്ടായിപ്പോയേനെ. കാരണം നിലമ്പൂരിൽ P.V. അൻവർ മത്സരിച്ചാൽ
കഴിഞ്ഞ തവണ അദ്ദേഹം പിടിച്ച വോട്ടും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനുള്ള വോട്ടും അദ്ദേഹത്തിൻ്റെ ഒരു മാർജിനും കൂടി നോക്കിയാൽ ചിലപ്പോൾ ഒരു 20,000 25,000 വോട്ടായിരിക്കും. അത് പിടിച്ചാൽ കോൺഗ്രസിൽ നിന്നാണ് ആ വോട്ട് പോവുക. സ്വാഭാവികമായിട്ടും അവിടെ LDFന് ജയിക്കാനുള്ളൊരു സാധ്യത വേണമെങ്കിൽ ഉരുത്തിരിയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതുണ്ടായില്ല. പകരം അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഞാൻ അവിടെ നിലമ്പൂരിൽ നിരുപാധികമായിട്ടുള്ള പിന്തുണ കോൺഗ്രസ്സിന് നൽകുമെന്നാണ്. അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെയും UDFനെയും സന്തോഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തത് അദ്ദേഹം പറയുന്നൊരു കാര്യം, UDFുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, പകരം ഇതിനു മുൻപ് ഒരു 150 കോടി രൂപയുടെ ഒരു അഴിമതി ആരോപണം അത് VD സതീശൻ ഉന്നയിച്ചിരുന്നു. ഞാനൊക്കെ അദ്ദേഹത്തെ അതിനെ കളിയാക്കി തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത് മറുനാടനിലായിരുന്നു ആ വീഡിയോ. പക്ഷേ ഏതാണ്ട് 1,00,000 പേര് കണ്ടതിന് ശേഷം ആ വീഡിയോ പിൻവലിക്കേണ്ടി വന്നു. കാരണം സഭാ TV-യുടെ ഒക്കെ ചില ക്ലിപ്പുകൾ അതിനകത്ത് ചേർത്തിരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൽ അദ്ദേഹം നിരുപാധികം മാപ്പ് പറഞ്ഞു എന്ന് മാത്രമല്ല, അത് P. ശശി പറഞ്ഞിട്ടാണ് അദ്ദേഹം ചെയ്തത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കൂടാതെ ഈ പറയുന്ന പൊളിറ്റിക്കൽ DNA എന്ന് പറഞ്ഞൊരു പരാമർശം രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയിരുന്നു. ആ പരാമർശത്തിലും ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മാപ്പ് പറയുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് പൊളിറ്റിക്കൽ DNA ആണ്. ഒരിക്കലും രാഹുൽ ഗാന്ധിയുടെയോ സോണിയാഗാന്ധിയുടെയോ നെഹ്റുവിൻ്റെയൊക്കെ കുടുംബത്തെയോ അങ്ങനെയൊന്നും അധിക്ഷേപിക്കാൻ അദ്ദേഹം തയ്യാറാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി തന്നെ വലിയ ബന്ധമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നെഹ്റു വന്ന് താമസിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ PV അൻവർ ക്ലിയർ ചെയ്തിരിക്കുന്നു. VD സതീശനാണ് ആകെ തടസ്സം നിന്നത്. അദ്ദേഹത്തോട് അദ്ദേഹം നിരുപാധികം മാപ്പ് പറയുകയും VD സതീശൻ അനുകൂലിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനോടൊപ്പം അദ്ദേഹം ബ്രില്യൻ്റായി ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, തൻ്റെ എക്കാലത്തെയും എതിരാളിയായിരുന്ന ആര്യാടൻ ഷൗക്കത്തിനിട്ട് ഒരു ചെറിയ താങ്ങ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആര്യാടൻ മുഹമ്മദ് നമുക്കറിയാം നിലമ്പൂർ മണ്ഡലം വർഷങ്ങളായി കൈവശം വെച്ചിരുന്നതാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ആര്യാടൻ ഷൗക്കത്ത്. നിരവധി സിനിമകളുടെ നിർമ്മാതാവാണ്. ചിലതിനൊക്കെ കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കഥ എഴുതുന്ന തിരക്കിലാണ്. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പകരം അദ്ദേഹം ഒരു പേര് കൂടി മുന്നോട്ട് വെച്ചു. അവിടുത്തെ DCC പ്രസിഡൻ്റായിട്ടുള്ള VS ജോയിയെ മുന്നോട്ട് വെച്ചു. അതിൽ കോൺഗ്രസ് പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം VS ജോയ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു കുടിയേറ്റ ക്രിസ്ത്യാനികളുടെ ക്രൈസ്തവരുടെയൊക്കെ തന്നെ ഒരു വലിയ തോതിലുള്ള പിന്തുണ VS ജോയ്ക്ക് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ 40% ഇത്തരത്തിലുള്ള കുടിയേറ്റക്കാരായിട്ടുള്ള ക്രൈസ്തവരുള്ളൊരു മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അവിടെ കഴിഞ്ഞ തവണ തന്നെ നമ്മുടെ PV അൻവർ അറസ്റ്റിലായപ്പോൾ തന്നെ മാനന്തവാടിയും തലശ്ശേരി ബിഷപ്പും അടക്കമുള്ള നിരവധി ആളുകൾ അതിന് കൂടെ നിന്നിരുന്നു. കാരണം അവിടെ ഈ പറയുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ ആളുകൾ മരിക്കുന്ന ഒരു സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അതിൽ ക്രൈസ്തവ സഭകളും ഈ കുടിയേറ്റ കർഷകരും എല്ലാവരും തന്നെ വലിയ രോഷത്തിലാണ്. അവരുടെയൊക്കെ ഒരു പിന്തുണ ആർജിക്കാനായിട്ട് തീർച്ചയായിട്ടും PV അൻവറിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ PV അൻവർ പറയുന്നത് അവിടെ ഒരു ക്രൈസ്തവനായിട്ടുള്ള കാൻഡിഡേറ്റ് ആയിരിക്കണം നിലമ്പൂരിൽ നിൽക്കേണ്ടത്. കാരണം ഇവരെ കൂടി, ഈ ന്യൂനപക്ഷങ്ങളെ കൂടി നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കണമെന്നുള്ളതാണ്. ഇപ്പം മുനമ്പം ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ, മുനമ്പം ഇഷ്യൂവും മറ്റ് നിരവധി ഇഷ്യൂകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കൈപൊള്ളിയിരിക്കുന്ന കോൺഗ്രസിനുമൊക്കെ ഇതൊരു പക്ഷേ ചെയ്യേണ്ടി വന്നേക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അങ്ങനെ ഒരർത്ഥത്തിൽ PV അൻവർ ഇവിടെ ഏറ്റവും വലിയ ഒരു വഴി UDFിലേക്ക് വെട്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടാതെ അദ്ദേഹം പറയുന്നത് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകൾ പോലും ഇവിടെ പ്രചരണത്തിന്, ഇപ്പം നിലമ്പൂരിൽ 6 മാസത്തിനകം നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് വന്നേക്കുമെന്നാണ്. അവിടെ ബംഗാളിൽ കോൺഗ്രസിനെ പോലും മമതാ ബാനർജി എതിർക്കുന്നതിൻ്റെ കാരണം കോൺഗ്രസും CPM കൂടി ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. CPMനോട് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല എന്നുള്ളതാണ് മമതാ ബാനർജി പറയുന്നത്. പിന്നെ അദ്ദേഹം കുറച്ചുകൂടി ബ്രോഡർ സെൻസിൽ പറയുന്നത് എല്ലാവരും കോൺഗ്രസ് അല്ലേ, EMS കോൺഗ്രസ് ആയിരുന്നു, AKG കോൺഗ്രസ് ആയിരുന്നു, കൂടാതെ മമതാ ബാനർജിയും കോൺഗ്രസ് ആണ്, കോൺഗ്രസ് സംസ്കാരമുള്ളവരാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൃത്യമായി UDFിലേക്ക് ഒരു ഘടകകക്ഷിയായി ചേരാനും അതുവഴി അടുത്ത 2026 ശേഷം ഒരു മന്ത്രിസ്ഥാനം ഉറപ്പിക്കാനും ഒക്കെ PV അൻവറിന് കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിലൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം. VS ജോയിയും ഈ ആര്യാടൻ ഷൗക്കത്തുമൊക്കെ ആയിട്ടുള്ള വലിയ തർക്കം മൂർച്ഛിച്ചാൽ UDFിന് സത്യത്തിൽ ആ സീറ്റ് PV അൻവറിന് കൊടുത്ത് കൈയൊഴിയുന്നത് പോലും ഗുണകരമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലരൊക്കെ പറയുന്നത് പോലെ രാജ്യസഭയിലേക്ക് PV അൻവർ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കും. എന്താണെങ്കിലും ഇത് ഒരു കാര്യം ഉറപ്പിക്കാതെ വയ്യ. കാരണം UDFിലേക്കുള്ള ഒരു ബർത്ത് അദ്ദേഹം ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുവേണ്ടി കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. രാഷ്ട്രീയമായതുകൊണ്ട് പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൂടുന്നില്ല. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ പ്രശ്നമാവുള്ളൂ. അല്ലെങ്കിൽ ഏതാണ്ട് തത്വത്തിൽ ഇപ്പോൾ എല്ലാവരും തന്നെ ഇത് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കോൺഗ്രസ് ഉയർത്താത്ത
വലിയ പ്രശ്നങ്ങൾ ഈ വന നിയമങ്ങളും അതുപോലെ വനപാലകർക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണെങ്കിലും ഈ കാട്ടാനകളടക്കം ആക്രമിച്ച ആളുകളെ കൊല്ലുന്ന കാര്യത്തിലാണെങ്കിലും മറ്റ് നിരവധി ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ തന്നെ CPM നടത്തുന്ന വലിയ കടന്നാക്രമണമുണ്ട് എന്ന് പറയുന്ന പ്രചരണത്തിനുമൊക്കെ തന്നെ UDF ഏറ്റെടുക്കാനിടയുള്ള പ്രചരണങ്ങൾക്കൊക്കെ തന്നെ തുടക്കമിടുകയും അത് ആവേശത്തോടെ മുന്നിൽ വെക്കുകയും ചെയ്തുകൊണ്ട് PV അൻവർ തൻ്റെ ഒരു രാഷ്ട്രീയ സമരത്തിന് ഒരു അടുത്ത ഘട്ടത്തിന് തുടക്കമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, യഥാർത്ഥത്തിൽ PV അൻവർ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസുമായി ചേരുകയോ അല്ലെങ്കിൽ DMK-യുമായി ചേരുകയോ ഒക്കെ ചെയ്തില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു സ്പേസ് ഉണ്ടാകുമായിരുന്നു. ആദ്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വലിയ പിന്തുണയെ ഒരു സംഘടനാ രൂപമാക്കി മാറ്റിയെടുക്കുന്നതിൽ PV അൻവർ വിജയിച്ചിരുന്നുവെങ്കിൽ അത് താൽക്കാലികമായി സംഭവിച്ചില്ല. പക്ഷേ ഇനിയെങ്കിലും അദ്ദേഹത്തിന് ഒരു കൊല്ലത്തെ സമയമുണ്ട്, അതും അദ്ദേഹം മുന്നിൽ കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് 2019 UDF-ന് 123 സീറ്റുകളിൽ മേൽക്കൈ ഉണ്ടായിരുന്നു, ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ലോക്സഭയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നിയമസഭകളിൽ 17 സീറ്റ് മാത്രമാണ് LDF-ന് കിട്ടിയത്. ആ 17 സീറ്റിലേക്ക് LDF-ന് ഒതുക്കാൻ ഇത്തവണ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കഴിയും. അതിനാണ് അദ്ദേഹം തുടക്കമിടുന്നതെന്നാണ്. ഒരു കണക്ക് കൂടി അദ്ദേഹം ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് 67ഓളം വരുന്ന മണ്ഡലങ്ങളിൽ LDF ജയിച്ചിട്ടുള്ളത് 6500-ൽ താഴെ വോട്ടിനാണ്. അങ്ങനെ വോട്ടിനാണ് ജയിച്ചിട്ടുള്ളതെങ്കിൽ ആ മണ്ഡലങ്ങളിൽ ഒരു 4000-5000 വോട്ട് മറിക്കാൻ തങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു ഓഫർ കൂടിയാണ് UDF-ന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് UDF-ന് PV അൻവറിനെ കൂട്ടിപ്പിടിക്കാതെ വേറെ വഴിയില്ല. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൻ്റെ ഭാഗമാകുമ്പോൾ, കേരളത്തിലൊരു മന്ത്രി ഉണ്ടാകുമ്പോൾ മമതാ ബാനർജിയുടെ മോഹങ്ങൾ കൂടി ചിറകുമുളക്കും എന്നുള്ളതാണ് വാസ്തവം. ഗോവയിൽ അവർ പരീക്ഷിച്ചതാണ്, മറ്റു പല സ്ഥലങ്ങളിലും നമ്മുടെ ഈ പറയുന്ന പ്രശാന്ത് കിഷോറിനെ ഉപയോഗിച്ചുകൊണ്ട് പോലും വലിയ സ്വാധീനമുണ്ടാക്കാനും ആളുകളെ ചില പർച്ചേസ് ചെയ്യാനും ഒക്കെ മമതാ ബാനർജി ശ്രമിച്ചതാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. എന്താണെങ്കിലും കേരളത്തിൽ PV അൻവർ വഴി അത് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. മമതാ ബാനർജി രാഹുൽ ഗാന്ധിയെയും കടത്തിവെട്ടി പ്രധാനമന്ത്രിയാകാനുള്ള ഒരു ചെറിയ നീക്കം ഈ കേരളത്തിലെ നീക്കങ്ങൾ കൊണ്ടുകൂടി സാധിച്ചേക്കാം. സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ചേക്കാം.